CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഇടുക്കി ജില്ലയിലെ രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര പതാക കപ്പിക്കയർ ദീപശിഖ ജാഥകൾ തൊടുപുഴയിൽ സംഗമിക്കുന്നതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി 4-ാം തീയതി രാവിലെ 10 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 6-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ അനശ്വര രക്തസാക്ഷികളായ KS കൃഷ്ണപിള്ള, TA നസീർ, MK ജോയി, K കാമരാജ്, കാശിനാഥൻ, ഹസൻ റാവുത്തർ, പാപ്പമ്മാൾ, KN തങ്കപ്പൻ, CK ചെല്ലപ്പൻ, രാമസ്വാമി നാടാർ, KK വിനോദ്, T അയ്യപ്പദാസ്, അനീഷ് രാജൻ, അഭിമന്യു, ധീരജ് രാജേന്ദ്രൻ എന്നിവരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച കൊടിമരം, പതാക, കപ്പിക്കയർ, ദീപശിഖ ജാഥകൾ ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ എത്തിച്ചേരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി 4-ന് 10 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 39,348 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 355 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30,000-ഓളം വരുന്ന പുതിയ ജനവിഭാഗങ്ങൾ വിവിധ മേഖലയിലുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിലേക്ക് പുതിയതായി അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പാർട്ടി ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുസമ്മേളനം 6-ാം തീയതി വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 50,000 പേർ അണിനിരക്കുന്ന പ്രകടനവും 10,000 പേരുടെ ചുവപ്പ് സേനാ മാർച്ചും നടക്കും. തൊടുപുഴ താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസുകാർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ KS കൃഷ്ണപിള്ളയുടെയും ബോഫേഴ്സ് അഴിമതി കേസിൽ പ്രതിയായ രാജീവ് ഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഭാരത ബന്ദിൻ്റെ അന്ന് കോൺഗ്രസുകാർ കൈക്കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ TA നസീറിൻ്റെയും മണ്ണിൽ 17 വർഷങ്ങൾക്ക് ശേഷം CPIM ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം വൻ വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് തൊടുപുഴയിലെ CPIM പ്രവർത്തകർ. ക്യാമറാമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.